എൻ്റെ വെഡ്ഡിങ് സ്റ്റോറി ഞാൻ പാർട്ട് 1ഉം 2ഉം ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടവർക്കറിയാം ഞാൻ ഈ പറയാൻ പോണ കാര്യങ്ങൾ. അപ്പം ഞാൻ ഷിനാജും കൂടെ ഇന്ന് പോകുന്നത് എനിക്ക് വേണ്ടപ്പെട്ട ആളെ കാണാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ വരുമ്പം എപ്പോഴും ഒന്നും പോകത്തില്ലെങ്കിലും ഇടയ്ക്ക് ഞാനിങ്ങനെ അവരെ കാണണമെന്ന് തോന്നുമ്പോൾ പോയി കാണാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ബസ് സ്റ്റാൻഡിലാണ്. ബസ് കയറി നേരെ നമ്മൾ അവരുടെ വീട്ടിലെത്തി. ഏകദേശം കുട്ടനാട് ആ ഒരു ഭാഗത്താണ് കേട്ടോ വീട്. ചെന്ന ഉടനെ വെള്ളമൊക്കെ കുടിച്ച് ഇപ്പോൾ ഏത് വീട്ടിൽ ചെന്നാലും അവിടുത്തെ ഷോക്കേഴ്സിൽ കാണുന്നതാണ് കേട്ടോ ഇങ്ങനത്തെ കുറച്ച് കാർ കളക്ഷൻ. അപ്പോൾ ഇവരും ഉണ്ട് അങ്ങനത്തെ കുറച്ച്. അതൊക്കെ നോക്കി ഇങ്ങനെ ഷിനാജോ അവനും കൂടെ വർത്താനം പറഞ്ഞ് നിന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും സലാഡും പപ്പടവും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഐസ്ക്രീമും കൂടെ കഴിച്ച്. അപ്പോൾ ആരാന്ന് ചോദിച്ചാൽ എൻ്റെ കല്യാണ സമയത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ വിഷമങ്ങൾ അറിഞ്ഞ് എൻ്റെ കൂടെ നിന്ന ആൾക്കാരാണ് കേട്ടോ ഇവർ. സോഫി ചേച്ചിയും സാബു ചേട്ടൻ എന്ന് പറയും. എൻ്റെ വെഡ്ഡിങ് സ്റ്റോറി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ആരൊക്കെ മറന്നാലും എനിക്ക് ഇവരെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എനിക്കെന്നും ഇവരോട് സ്നേഹം തന്നെയാണ്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി കുറേ നേരം സംസാരിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുവാണ്. ഇന്ന് തന്നെ നമ്മൾ തിരിച്ച് പാലക്കാട് പോകും കേട്ടോ, അതായത് ഷിനാജിൻ്റെ വീട്ടിലേക്ക്. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ ഉമ്മ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ മടക്കി ഒതുക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കത് ബാഗിലോട്ട് എടുത്ത് വെച്ചാൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി. ഓൾറെഡി ഞാൻ ഉമ്മാനെ കുറേ ഉപദേശിച്ചായിരുന്നു ഞാൻ ഇറങ്ങുമ്പോൾ കരയരുത് അങ്ങനെ ഇങ്ങനെ. എനിക്ക് പിന്നെ മനസ്സിലാവും ഒരു സങ്കടമായിരിക്കും അവിടെ എത്തുന്നവരെ എന്നൊക്കെ കുറേ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ആളങ്ങനെ വലിയ കരച്ചിലൊന്നും ഇല്ലായിരുന്നു. നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ടാണ് നമ്മൾ സ്വിഫ്റ്റ് ബസ്സിൽ പാലക്കാടേക്ക് നിന്നത് കേട്ടോ. കുറച്ച് നേരം ഉറങ്ങും, പിന്നെ കുറേ നേരം എണീറ്റിരിക്കും. ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. എനിക്കൊന്ന് ഏകദേശം 7:30 ആയപ്പോഴാണ് നമുക്ക് ബസ് കിട്ടിയത്. നമ്മൾ പാലക്കാട് എത്തിയപ്പോഴത്തേക്കും 2:15 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഓരോ കോഫിയൊക്കെ കുടിച്ച് അടുത്ത ബസ് കയറി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. നല്ല ടയർഡായിട്ടാണ് വീട്ടിലേക്ക് നമ്മൾ എത്തിയത്.